ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറയാം. ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാം. ചൂസ് വൺ. ട്രിവാൻഡ്രം, തലശ്ശേരി. ട്രിവാൻഡ്രമാണ് ഞാൻ സിനിമയിലേക്ക് വരാൻ തുടങ്ങി വെച്ച എന്റെ പ്രിയപ്പെട്ട നഗരമാണ്. എന്നെ വളർത്തിയെടുത്തത് ട്രിവാൻഡ്രമാണ്. അതുകൊണ്ട് ട്രിവാൻഡ്രത്തിനോട് ഇഷ്ടമുണ്ട്. രണ്ട് മക്കളുടെ പേര് പറയാം. ഇതിൽ ആരുടെ അടുത്ത് എടാ മിടുക്ക എന്ന് പറയും? വിനീത് ശ്രീനിവാസൻ, ദുൽഖർ സൽമാൻ. വിനീത് ശ്രീനിവാസൻ. വിനീത് ഏതിലൊക്കെ കൈവച്ചിട്ടുണ്ടോ അതിലെല്ലാം സക്സസ് ആയി. അതൊരു ചെറിയ കാര്യമല്ല. അച്ഛൻ ശ്രീനിവാസനും മകൻ ശ്രീനിവാസനും തമ്മിലൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ശ്രീനിയേട്ടൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കൂട്ടുകാരെ മാത്രം എടുക്കുന്ന ആളാണ്. അധികം എല്ലാവരുമായിട്ടും വളരെ ജോലി അടിക്കുന്ന ആളല്ല. പക്ഷെ വിനീത് എന്നെ ഈ പടത്തിന് വിളിക്കുമ്പോൾ ചില സിനിമകളിൽ ഇപ്പൊ വിളിക്കുന്നത് മനോജേട്ട അടുത്ത ആഴ്ച മുതൽ 6 ദിവസത്തേക്ക് ഫ്രീ ആണോ ഇങ്ങനെ ചോദിച്ചു വിളിക്കാറുണ്ട്. ഇത് അതൊന്നും അല്ലാതെ 2.5 മാസം മുമ്പേ ആ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അത് ആര് ചെയ്യണമെന്നൊക്കെ പുള്ളിക്ക് നേരത്തെ കൃത്യമായി അതിൻ്റെ അകത്ത് വേറെ ചില ആൾക്കാർ കടന്നുകൂടാനൊക്കെ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ വിനീത് വളരെ കൃത്യമായിട്ട് ഇല്ല, അത് മനോജ് കെ ജയൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വേറെ അല്ല ചില ആൾക്കാര്. ആരാണ് ചില ആൾക്കാർ? എന്നെ അധികം പറയല്ല. ഓണമൊക്കെ ആയിക്കൊണ്ട് നമ്മൾ എന്തിനാ ഓണത്തിന് നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം. വള്ളംകളിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും വള്ളംകളി പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ വള്ളംകളി മത്സരമുണ്ട്. ഉത്രട്ടാതി ചില തൊഴാൻ പോയിട്ടുണ്ട്. 2, 3, 4 കിലോമീറ്റർ ഒരുമിച്ച് തുഴഞ്ഞ് വീട്ടിൽ വന്ന് കൈയും കാലും അനക്കാൻ വരെ കടന്നിട്ടുണ്ട്. ഒന്ന് വള്ളംകളി സ്റ്റോറി പറയോ? എങ്ങനെയാണ് നിങ്ങളുടെ തുഴച്ചിൽ കഥ, തുഴച്ചിൽ പാട്ടുകളൊക്കെ ഒന്ന് പറയോ? തുഴയാന്ന് പറഞ്ഞാൽ നമ്മള് 10, 40, 50 പേരുണ്ടെങ്കിൽ നമ്മള് ബാക്കി 39 പേരും നന്നായിട്ട് തുഴഞ്ഞോളും. ഞാൻ അത്രയും ഇച്ചിരി കുറച്ച് തുഴഞ്ഞാൽ മതി എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. നമ്മള് സ്ട്രോങ് ആയിട്ട് തന്നെ തുഴയണം. ചൂസ് വൺ. വള്ളംകളി, വെള്ളം കളി. വെള്ളം കളിച്ചിട്ട് വള്ളത്തിൽ കയറണം. രണ്ടും കണക്റ്റഡ് ആണ്. ഒരമ്മ പെറ്റ മക്കളാണ് രണ്ടും. റോജ എന്ന ഫിലിം ഇറങ്ങിയിട്ട് 20 വർഷം തികയാണ്. അതെ. റോജ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ദേശഭക്തി തുളുമ്പുന്ന പടം ഏതാണ്? റോജ, പഴശ്ശിരാജ. പഴശ്ശിരാജ ഒന്നുമില്ല, നമ്മൾ അതിനകത്ത് അഭിനയിച്ചില്ല. നമ്മൾ മാറ്റി പറയാൻ പറ്റുമോ? ഇന്നാണ് സ്വാതന്ത്ര്യ സമരം നടക്കണമെന്ന് വിചാരിക്കുക. അന്ന് അവര് ചെയ്ത പോലെയൊക്കെ മനോജ് കെ ജയൻ ഇന്ന് ചെയ്യാൻ റെഡിയാവോ? അവരുടെ കൂടെ 400 കിലോമീറ്റർ നടക്കുവോ ദണ്ഡി വരെ ഗാന്ധിജിയുടെ കൂടെ? 400 കിലോമീറ്ററിൽ 399 കിലോമീറ്റർ ടാക്സിയിലും 1 കിലോമീറ്റർ ഞാൻ നടക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. ഈ ചോദ്യം ബിജു മേനോനോടും ചാക്കോച്ചനോടൊക്കെ ചോദിക്കണം. എന്റെ കാര്യം 400 മീറ്റർ നടക്കുമെന്ന്. പഞ്ചാബിൽ ഷൂട്ടിങ്ങിന് പോയിട്ട്, മല്ലൂസിങ്ങിന് ഷൂട്ടിങ്ങിന് പോയിട്ട് ഇവന്മാര് മിക്കവാറും ചില ദിവസങ്ങളൊക്കെ ആവേശം കൊണ്ട് നടക്കാനൊക്കെ പോകും, ബിജു മേനോനും ചാക്കോച്ചൻ. അപ്പൊ ഈ ഞാൻ എന്റെ നടപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അവിടുന്ന് 350 രൂപയ്ക്ക് ടാക്സി പിടിച്ച് ഈമാര് പോകുന്ന സ്ഥലം വരെ പോയിട്ട് അവിടെ ഷോപ്പിംഗ് മാളിലും അതിലൊക്കെ നടക്കും. ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. So Club FM ഇത് മനോജ് കെ ജയൻ. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. യെസ് ഷാൻ പറയൂ. മല്ലൂസിങ്ങിന് പോയപ്പോ പഞ്ചാബ് കണ്ട ഇന്ത്യക്കാരന്റെ ഒരു കഥ പറയൂ, കേൾക്കട്ടെ. എന്താണ് പഞ്ചാബിനെ കുറിച്ച് പറയാനുള്ളത്? പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില സർദാർജി കോമഡികൾ ചിലതൊക്കെ ചുമ്മാ ഉണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെ നമുക്ക് ചില കോമഡികളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചിലതൊക്കെ സത്യമാണ്. ഒരു സ്ട്രീറ്റിൽ കൂടെ ഞാനും ചാക്കോച്ചനും കൂടെ കാറിൽ പോകുന്നു. പട്ടിയാല കാറിൽ ഇങ്ങനെ പോകുമ്പോ ചാക്കോച്ചനെ പെട്ടെന്ന് വിളിച്ച്, മനോജ് ചേട്ടാ ഇത് കണ്ടോ, ഇതൊന്നും ശ്രദ്ധിച്ചേ, നോക്കിപ്പോ ബുള്ളറ്റിലൊരു സർദാർജി ഇരിക്കുന്നു. അയാൾ ഒറ്റയ്ക്കാണ്. ബാക്കില് നമ്പർ പ്ലേറ്റില് പുള്ളി ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത്, അത് വായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വായിച്ചപ്പോണ്ടല്ലോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ബുള്ളറ്റില്. അതെന്തിനാണ് അതിൽ എഴുതി വെച്ച് നമുക്ക് മനസ്സിലായില്ല. ഞാനിവനോട് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഉണ്ണി മൂന്നിനടുത്ത് ഒരു സർദാർജി ഒന്ന് ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് സർദാർജിയെ പോലെ ഉണ്ടല്ലോ. ഞാൻ സർദാർജി മലയാളിയാണ്, കേരളത്തിലല്ലേ, അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ ആദ്യമാ എന്നതിന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു. ദൈവത്തിനാണ് ചോദിച്ചത്. ഉണ്ണി എന്റെ അടുത്ത് പറഞ്ഞ പാവങ്ങളാട്ടോ, സിൻസിയറാണ്, ഭയങ്കര സിൻസിയറാണ്. അമ്മാരെ ഉടക്കാൻ ചെന്നാൽ വെറുതെ വിടത്തില്ല. യാമയുടെ ഒടുക്കത്തെ ആരോഗ്യം പ്രശ്നങ്ങളാണ്. അതുപോലെ ബിജുമേനൻ ഒരു പ്രാവശ്യം പാടത്ത് നിന്ന് ബിജുമേനൻ സിഗരറ്റ് വലിച്ചു വിത്ത് ഈ സർദാർജി തൊപ്പ് വെച്ചിട്ട്. ശരിക്കും വലിച്ചോണ്ടിരിക്കുക. ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. തീർച്ചയായിട്ടും. ഒന്നുകൂടെ പറഞ്ഞു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ബിജുവൻ പാടത്തുനിന്ന് വലിക്കുമ്പോൾ സർദാർജി വയലന്റ് ആയിട്ട് ഒരു എന്തൊക്കെ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കാര്യം എന്താന്ന് ചോദിച്ചപ്പോ സിഗരറ്റ് താഴെയിടാൻ. ഒരിക്കലും ഒരു സർദാർജി തലയെക്കെട്ടും കെട്ടി സിഗരറ്റ് വലിക്കാൻ പാടില്ല. അത് താഴെയിടും. അവർക്ക് അവരുടേതായ കൾച്ചറും കാര്യമുണ്ട്. അവരത് ആർട്ടിസ്റ്റാന്ന് നോക്കിയില്ല. നീ ബിജു ശരിക്കും ഞാൻ വിറച്ചുപോയി. അവൻ അപ്പം തന്നെ ആ സിഗരറ്റ് അപ്പം തന്നെ താഴെ കളഞ്ഞു. ഈ കെട്ടി വലിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. മനോജ് കെ ജയൻ with us on Club FM Star Jam ടൺ കണക്കിന് ഫൺ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖങ്ങള്, പരമസുഖങ്ങള് തന്നെ. തട്ടത്തിൻ മറയത്തുള്ള പോലീസുകാരൻ ഇന്ന് എന്റെ കൂടെ ഉണ്ട്. ക്ലബ് FM സ്റ്റാർ ജാമിൽ ആൻഡ് ഹി ഈസ് മനോജ് കെ ജയൻ. ഒരു പോലീസുകാരനാവാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ തട്ടത്തിൻ മറത്തിലെ പോലീസുകാരെ പോലെ എന്തുകൊണ്ട് പോലീസുകാർ ഉണ്ടാകുന്നില്ല എന്ന് ഇപ്പൊ നാട്ടുകാർ കൂടെ എന്റെ അടുത്ത് ചോദിക്കുകയാണ് കാണുമ്പോൾ. പിന്നെ മനോജ് കെ ജയൻ നേരിട്ട് എത്ര പോലീസുകാരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും? അവരൊന്നും ഇങ്ങനെയല്ല. അവരാരും ഇങ്ങനെയല്ല. കാക്കിക്കുള്ളിൽ കവിഹൃദയമില്ല.
എന്തെങ്കിലും പോലീസുകാരനാവണമെന്ന് ആശിച്ചിട്ടുണ്ടോ മനോജ് കിച്ചൻ? തീർച്ചയായിട്ടും. എനിക്ക് ആ ഒരു സ്കൂൾ ടൈമിലൊക്കെ ഏറ്റവും വലിയ അംബീഷൻ സിനിമ നടനൊന്നും അല്ലായിരുന്നു, കിടില മെസ്സി ആവുക എന്നുള്ളതായിരുന്നു. അപ്പോഴും കവിഹൃദയമുള്ള പോലീസുകാരനല്ല? കവിതല്ല, റൊമാൻറ്റിക് ആണെന്നും, ഉള്ളിൽ റൊമാൻസ് ഉണ്ട്. പിന്നെ ഈ ഫിലിമിലെ സ്മാർട്ട് ബോയ്സ് എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങിന്റെ കഥ പറയുന്നുണ്ട്. എന്താണ് മനോജ് കേജന്റെ പണ്ടത്തെ ഗ്യാങ്ങിന്റെ പേര്? ലക്കി സ്റ്റാർ ക്ലബ് ചൂട്ടുവേലി. സൂപ്പർ. ക്ലബ് എഫ്എമ്മിൽ ലക്കി സ്റ്റാർ ക്ലബിന്റെ കഥ പറയൂ, കേൾക്കട്ടെ. ലക്കി സ്റ്റാർ ക്ലബ് ചൂട്ടുവേലി. ചൂട്ടുവേലി എന്ന് പറയുന്നത് കോട്ടയത്തിന് തൊട്ടടുത്തുള്ള മനോഹരമായ പ്രകൃതി രമണീയമായ പ്രാന്തപ്രദേശം. പ്രാന്തല്ല, കൊച്ചു പ്രദേശം. എന്താണ് ലക്കി സ്റ്റാർ ക്ലബ് ചൂട്ടുവേലിയുടെ കഥ? ലക്കി സ്റ്റാർ ക്ലബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻലി ഫുട്ബോൾ ക്ലബ്ബാണ്. ഒരു ക്ലബ്ബിൽ 45 പേരുണ്ട്. 45 പേരും കളിക്കാൻ ഇറങ്ങുന്ന അവസ്ഥയാണ്. എല്ലാവരും കളിക്കണം. എന്നിട്ട് അവിടെ ചെറിയ ടൂർണമെന്റ് ഒക്കെ ഉണ്ട്. ഒരു ബോളേ ഉള്ളൂ, ഒരൊറ്റ ബോളും. എന്നിട്ട് അവിടെ ടൂർണമെന്റ് നടത്തി ഞാനും ഇവന്മാരെല്ലാം കൂടെ അവിടെ പോയി എല്ലാവരും ജേഴ്സി ഒക്കെ ഇട്ട് 45 പേര് കളിക്കാൻ പറ്റും. എന്നിട്ട് അടിയാണ് അവിടെ. 10 മിനിറ്റ് കളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അപ്പുറത്ത് അവൻ ഇറങ്ങണം. എന്താ ചെയ്യുന്നത്? അവസാനം 11 പേര് കളിക്കാനും 10-35 പേര് വെടിയും എല്ലാം ജേഴ്സി ഇട്ടിരിക്കുക. കാണികൾ വളരെ കുറവ്. അങ്ങനെ ലക്കി സ്റ്റാർ ക്ലബ്ബ് ആ കളിയിൽ തോൽക്കുകയും പരാജയപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫൺ